ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ പുറത്ത് കത്തി കുത്തി കയറുന്നത് സ്വപ്നം കണ്ട് പേടിച്ച് കയറേണ്ട ചാടി എഴുന്നേറ്റ് അച്ചുവേട്ടൻ. അദ്ദേഹത്തിൻ്റെ ശ്വാസം വരെ നിന്നുപോയി. പേടിച്ച് വിറച്ച് അദ്ദേഹം എന്നിട്ട് നേരെ ഭൂമിയുടെ റൂമിലേക്ക് വരിക. അങ്ങനെ വന്ന് ഭൂമിയെ നോക്കി. ഭൂമി നല്ല സുഖമായിട്ട് ഉറങ്ങുക കേട്ടോ. അങ്ങനെ മോളെ വന്ന് മനസ്സ് നിറയെ കണ്ട് അദ്ദേഹം തിരിച്ചു പോയി. രാവിലെയായി. അമ്മ അടുക്കളയിൽ ചായ എടുക്കുന്നു. ഭൂമി അന്നേരം അങ്ങോട്ടേക്ക് വന്നു. അമ്മേ, എന്താ? ഞാനും അച്ഛനുമായിട്ടുള്ള ഉല്ലാസയാത്രയിൽ അമ്മയ്ക്ക് അസൂയയും കുശുമ്പൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് മോള്. കുശുമ്പ് വരാൻ ഇടയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ചുറ്റാൻ പോകുന്നത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം നല്ല അസൂയയും കുശുമ്പും ഉണ്ട്. ഞാനേ അസൂയ മൂത്ത് ഏതെങ്കിലും കുളത്തിലോ കിണറ്റിലോ ചാടിക്കോളാവുന്ന അമ്മ. അങ്ങനെയാണെങ്കിൽ അയൽപക്കത്തുള്ള ആൾക്കാരെ കൂടെ വിളിച്ച് ആഘോഷമായിട്ട് പോയാൽ മതി കേട്ടോ എന്ന് മോള്. അപ്പോഴേ പത്രത്തിലൊരു വാർത്ത വരുമ്പോൾ ജനശ്രദ്ധ ആകർഷിക്കണ്ടേന്ന് ചോദിക്കാം. നീ അരിപ്പയും എടുത്തേന്നും പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും കൂടെ ചായയൊക്കെ എടുത്ത് കുടിച്ച് അച്ഛനും കൊടുത്തും ഒക്കെ നിൽക്കുക. അപ്പോഴേക്കും ചേട്ടൻ ഒരുങ്ങി വന്നു. ഈ വേഷത്തിൽ കണ്ടാലേ പെമ്പിള്ളേർക്ക് ക്രഷൊക്കെ തോന്നും കേട്ടോ എന്ന് പറഞ്ഞു മോള്. ഒരു മാലാഖ അച്ഛനോട് പറഞ്ഞു, ഈ ഡ്രസ്സ് ഇട്ടാൽ അച്ഛനനുസരിച്ചു. അപ്പോൾ അനുസരണാശീലമുള്ള കുട്ടികളെ മാലാഖയ്ക്ക് ഇഷ്ടമാണ് എന്ന് നമ്മുടെ ഭൂമി. നമുക്കേ അമ്മയും കൂടെ കൂട്ടായിരുന്നു. അപ്പോൾ അനുസരണാശീലമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ഞാൻ അച്ഛനെ കൊണ്ടുപോകുന്ന എല്ലാ സ്ഥലവും അമ്മ പലതവണ കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞപ്പം അവിടെയൊക്കെ അമ്പയൊക്കെ നാടകം കളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭൂമിയുടെ ഫോണിലേക്ക് കോളുന്നു. വർക്ക്ഷോപ്പുകാരനാ CCTVയുടെ കാര്യം പറയാനായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി ആ ഫോൺ എടുത്ത് അങ്ങ് നിന്ന് സംസാരിക്കുന്നു. ആ സമയത്ത് എന്താ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഈ കാറിന് പണിയോ? അപ്പോൾ പണിയാനല്ലേ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞത്? അല്ല, ഇതിൻ്റെ ആയുസ് തീർന്നിരിക്കുകയാണെന്ന് ആ ചേട്ടൻ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭൂമിക്ക് സഹിച്ചില്ല കേട്ടോ. ആയുസ് തീർന്നെന്ന് താനാണോ തീരുമാനിക്കുന്നത്? ആയുസ് തീരാതിരിക്കാനല്ലേ മെക്കാനിക്കായ തന്നെ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചപ്പം, അയ്യോ വെറുതെ ഇതിൽ പണിത് കാശ് കളഞ്ഞോട്ടെ, ഇനി തനിക്കെന്താ? ശരി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആ സമയത്ത് നമ്മുടെ അച്ചുവേട്ടൻ, എന്താ മോളെ, എന്താ കാര്യം? കാറിൻ്റെ ആയുസ് തീർന്നു എന്ന്. അത് ശരിയല്ലേ മോളെ എന്ന് അച്ചുവേട്ടൻ. അത് ശരിയല്ലെന്ന് പറഞ്ഞ് ഭൂമി ദേഷ്യപ്പെടുക. എന്താ ഇവിടെ ഒരു ബഹളം, എന്ത് പറ്റിയേ? അപ്പോൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിലേ കുഞ്ഞുവാവ ഇന്ന് ഉറങ്ങത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ഭൂമി അങ്ങ് പോയി. എന്താ അച്ചുവേട്ടാ? അപ്പോൾ കാറിൻ്റെ ആയുസ് തീർന്നെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നതാ. അപ്പോൾ അതെങ്ങാനും ഇനി ഉപയോഗിക്കേണ്ട എടുത്ത് കളയാനെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ അയാളുടെ ആയുസുള്ള എടുത്തേനെന്ന് അംബിക പറയാം. അച്ചുവേട്ടൻ്റെ കാറ് ജീവനാണെന്ന് നമുക്ക് അറിഞ്ഞൂടെ? കാറിൻ്റെ ആയുസ് തീർന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആയുസ് തീർന്നു എന്ന് പറഞ്ഞതുപോലെ അവൾക്ക്. അപ്പോൾ എന്നും ചോദിക്കും, എന്താ കാറും മോളും തമ്മിലുള്ള ബന്ധമെന്ന്. അങ്ങനെ അവരത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഭൂമി റൂമിൽ വന്നിരുന്ന് കരയും കേട്ടോ. ഭൂമിക്ക് അറിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടത്, മുന്നിൽ എന്താ വഴിയെന്ന്. വഴികളെല്ലാം അടഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഭൂമിദേവി വേഗം ഭാഗം എടുത്ത് വന്നു. പോകാച്ചാന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ പോയിട്ട് വരാം എന്നും പറഞ്ഞിങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോണു. അവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറി പോകുമ്പോൾ ഈ ഭവാനി ഏർപ്പാടാക്കിയ ഗുണ്ട അയാൾ ആ വീടിനെ ചുറ്റിക്കറങ്ങി നടക്കുവാണ്. അംബിക അകത്തേക്ക് കയറി പോകുന്നത് നോക്കി ഇയാൾ അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ സൗഭാഗ്യപുരത്ത് എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നു. എല്ലാവരും ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഭവാനി പറഞ്ഞതല്ലേ അമ്മയെ തീരുമാനിക്കുന്നതെങ്കിൽ എതിർപ്പില്ല എന്നുള്ളതെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം ജോലിസിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെന്നും. അപ്പോഴേ മാധവ നോക്കിക്കേ, നിൻ്റെ മകൻ എത്രയാ വേണ്ടത് സ്ത്രീധനം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു അന്താളിച്ചിങ്ങനെ നോക്കുക. സ്ത്രീധനോ? അമ്മ ഇന്ന് നല്ല മൂഡിലാണല്ലോ. അല്ല, എല്ലാം ഒരു കോമഡി ടോക്ക്. അത് കേട്ടപ്പോൾ കോമഡി അല്ല മോനെ, സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുന്നതാ. ഇനി നാളെ അതൊരു വിഷയമാകരുത്, അതാണ് ഉദ്ദേശിച്ചത്. അഞ്ജനയുടെയും ഭവാനിയുടെയും പേരിൽ കുറച്ച് ഭൂസ്വത്ത് കുറവാണ്. പക്ഷേ അതൊന്നും നീ കാര്യമാക്കണ്ട, എന്ത് വേണമെങ്കിലും ഞാൻ തരും എന്ന് നമ്മുടെ സൗഭാഗ്യവതി അമ്മ പറയുമ്പോൾ, എന്താ അമ്മ ഈ പറയുന്നേ? അഞ്ജന നമ്മുടെ ആരാ? അവൾ നമ്മുടെ മോള് തന്നെയല്ലേ എന്ന് ചോദിച്ചു സംഗീത. കണക്ക് പറയേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ, സത്യ നീ അഞ്ജനയുടെ അമ്മാവനും അഞ്ജനയുടെ വല്യച്ഛന്, അഞ്ജനയ്ക്ക് അച്ഛനില്ല മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭവാനി ഇങ്ങനെ നോക്കട്ടോ. നീ ആ സ്ഥാനത്ത് നിൽക്കണമെന്നും എന്ന് വെച്ചാൽ നീ പെണ്ണ് വീട്ടുകാരോടൊപ്പം നിൽക്കണമെന്ന കാര്യം പറയാം. അതൊന്നും ഭവാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അത് വേണോ അമ്മയെന്ന് ചോദിച്ചു സത്യ. അഞ്ജനയുടെ മുറയിൽ അമ്മാവനുണ്ടാകുമല്ലോ. അവർ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. വേണ്ട ഭവാനി, ഞാൻ പറയുന്നത് കേട്ടോളണം. സത്യന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിനക്കത് ബുദ്ധിമുട്ടാകുമോ എന്ന് കരുതിയാണെന്ന് പറയുമ്പോൾ ഭവാനിയുടെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടായി. എനിക്ക് അയാളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. എൻ്റെ സാഗറിനെ മരണത്തിലെത്തിച്ചവനാണ് അയാൾ. പക്ഷേ എനിക്ക് ഈ വിവാഹം നടത്തിയേ തീരും.
അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭവാനി അതിന് ഓക്കെ പറഞ്ഞു. അന്നേരം എല്ലാവർക്കും സമാധാനമായി. അങ്ങനെ എല്ലാവർക്കും സമാധാനമായി, എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. പക്ഷേ സത്യയ്ക്ക് മാത്രം അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. സത്യ വിഷമിച്ചിരിക്കുമ്പം അമ്മേ, അതേ ഏട്ടൻ അഭിരാമിയുടെ ഓർമ്മയിലേക്ക് പോവാണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ് സംഗീത. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന മകനോട് മോനെ നീ വന്നേന്ന് പറഞ്ഞ് അമ്മ വിളിച്ചടുത്തിരുത്തുക കേട്ടോ. അമ്മ ചെന്ന് അടുത്തിരുന്നപ്പോൾ ഭവാനി തിരിഞ്ഞു നിൽക്കുക. മോനെ, നിൻ്റെ മനസ്സറിയാത്തൊരമ്മയല്ല ഞാൻ, എല്ലാം ശുഭമായിട്ട് അവസാനിക്കും. ഒരു ദിവസം സുമിത്രയും അഭിരാമിയും തിരിച്ചു വരും, ഉറപ്പാ. അത് കണ്ടിട്ടേ ഞാൻ മരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൗഭാഗ്യവതി അമ്മ പറയാതൊക്കെ ഭവാനിക്ക് ദേഷ്യമല്ലേ. അവരും മടങ്ങി വരില്ല, അതിനായിട്ട് നിങ്ങൾ ജീവിക്കേണ്ടെന്ന് ഭവാനി മനസ്സിൽ പറയണം. എത്രയും വേഗം നിങ്ങൾ മരിച്ചോളൂ, അത്രയും സന്തോഷം. അപ്പോഴേക്കും ജോത്സ്യർ വന്നു. ജോത്സ്യർ വന്ന് ഇവരോട് സംസാരിച്ചിരിക്കാം. പിന്നെ വിവാഹാനന്തര ജീവിതം ഐശ്വര്യപൂർണ്ണം ആവണം എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ ഇതെല്ലാം നോക്കുക. അപ്പോഴത്തേക്ക് അജയ് അങ്ങോട്ടേക്ക് കയറി വന്നു. അജയ് വന്നോ? അല്ല, അഞ്ജനയും കൂടെ വിളിക്കാമായിരുന്നല്ലോ എന്ന് പറയുമ്പം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഭവാനി വിളിക്കാൻ പോവാ. എന്താ മുത്തശ്ശി ഇതൊക്കെയെന്ന് അജയ് ചോദിച്ചു. അല്ല, നിനക്കിതൊന്നും മനസ്സിലായില്ലേ? ഇല്ല, എന്താ കാര്യം? എടാ, നിൻ്റെ അഞ്ജനയുടെയും വിവാഹ നിശ്ചയത്തിനുള്ള തീയതി കുറിക്കുകയാണെന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും അല്ല, അതിന് അഞ്ജന സമ്മതിക്കണ്ടേ എന്ന് ചോദിച്ചു. അവൾക്ക് സമ്മതമല്ലെന്നല്ലോ അവൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്വകാര്യമായിട്ട് സംസാരിച്ചായിരുന്നു. അവൾക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ അഞ്ജന അത് കേട്ടോണ്ട് ഇറങ്ങി വരും കേട്ടോ. മുത്തശ്ശിയോട് പറയാമെന്നും പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴത്തേക്കും ഭവാനി എന്നിട്ട് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശി. അത് പിന്നെ എനിക്ക് അഞ്ജനയോടൊന്ന് ചോദിക്കുക എന്നും പറഞ്ഞു അജയ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഭവാനി എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴത്തേക്ക് അഞ്ജന ഇറങ്ങി വന്നു. നീ എന്താ മുത്തശ്ശിയോടൊന്നും പറയാതിരുന്നത്? ഇപ്പോൾ പറയാ എന്ന് അജയ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയും, കേൾക്കട്ടെ എന്ന് മുത്തശ്ശി. അപ്പോഴത്തേക്ക് അഞ്ജന വരുന്നു. അഞ്ജന വന്നിട്ട് അജയോടൊപ്പം ചേർന്ന് നിൽക്കുക. എന്താണ് നിൻ്റെ തീരുമാനം എന്ന് മുത്തശ്ശി ചോദിക്കുക. എൻ്റെ അജയുടെയും വിവാഹം മുത്തശ്ശി നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യും. അതാ തീരുമാനിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജന പറയും. ഇത് കേട്ടോ അജയ് നടുങ്ങി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേനും ഭവാനി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക. അജയ് ഞെട്ടിപ്പോയി അഞ്ജന പറയുന്നത് കേട്ടിട്ട്. കാല് വാരി അവൾ നല്ല നൈസായിട്ട് അവൾ കാല് വാരി. അജയ് അന്തം വിട്ട് നോക്കുമ്പോഴത്തേക്കും അജയ് പറഞ്ഞത് കുഞ്ഞിലേ തൊട്ട് എന്നെ ഇഷ്ടമായിരുന്നു എന്നാണെന്നൊക്കെ പറഞ്ഞ് ഇവൾ തൊട്ടി വിടുക കേട്ടോ. മോളെ, ഇതിലൊന്നും ഒരു തെറ്റും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സംഗീതം അന്നേരം പറയാം. ഞങ്ങൾക്കൊക്കെ പൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് പറയാനുണ്ടെന്ന് പറയുമ്പോൾ അജയ് പറയുമ്പോൾ ഞങ്ങൾ വിവാഹത്തിൻ്റെ ഡ്രസ് കോഡ് വരെ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഈ അഞ്ജന അജയ്ക്ക് പറയാൻ അവസരം കൊടുക്കണില്ല. അവൾ അങ്ങനെ കയറി മേയുവാണ്. എന്നാൽ ഇനിയിപ്പോൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ജോത്സ്യരെ ഡേറ്റും കുറിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ നോക്കുന്നു. അങ്ങനെ നിശ്ചയത്തിനുള്ള ഡേറ്റൊക്കെ കുറിച്ചു, എല്ലാം സെറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് അച്ചുവേട്ടനും ഭൂമിയും കൂടി ഇങ്ങനെ അതിലെ നടക്കുക. ആ സമയമെല്ലാം അയാൾ ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഭവാനി അന്നേരം അവിടെ നിന്ന് ഫോണിൽ വിളിക്കാം. ഇവിടെ കാര്യങ്ങളെല്ലാം ആകെ മാറി അവളെ കണ്ടെത്തിയോ, അഭിരാമിയാണെന്ന് ഉറപ്പ് വരുത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പം ഇന്ന് എന്തായാലും അത് സംഭവിക്കുമെന്നും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ അയാൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് അച്ചുവേട്ടനും അതുപോലെ ഭൂമിയും കൂടെ അതിലിങ്ങനെ നടക്കുന്നു. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഇരുന്നു. അപ്പോൾ അച്ഛനോട് എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും കഴിക്കണോ എന്നല്ല, മോളുടെ ഡാൻസ് അത് കാണണം, ക്ലാസിക്കലും കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് അരങ്ങേറ്റം ആവണ്ടേ അച്ഛാ, അപ്പോഴല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇയാൾ പുറകിൽ ഇവർ സംസാരിക്കുന്നത് മുഴുവൻ ഒളിച്ചു നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. എടി മോളെ, അച്ഛൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ. ആ മുഖമൊന്നും വേണ്ട, പറഞ്ഞോളാൻ പറഞ്ഞു. ഒരു വഞ്ചിയിൽ കയറി ഈ കായലൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പം പിന്നെന്താ, നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇയാളിതെല്ലാം കേൾക്കുക കേട്ടോ. ഇനി എന്താ എൻ്റെ അച്ഛൻ ആഗ്രഹം? ഇനി വേറെ ഒന്നുമില്ലാന്ന് അച്ഛൻ. അതെ, എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നാൽ എനിക്കും വേണമെന്ന് അച്ചുവേട്ടൻ. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഐസ്ക്രീം മേടിക്കാനായിട്ട് അപ്പോൾ ഇയാളിതെല്ലാം നോക്കി നിൽക്കും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഭൂമി അവിടെ നിന്ന് ഐസ്ക്രീം മേടിക്കുന്നു. അങ്ങനെ ഒക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭൂമിയുടെ കയ്യിൽ ആ ഒരു മറുക് ഇയാൾ ശ്രദ്ധിച്ചു. ഇയാൾ എന്നിട്ട് ഭൂമിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഭൂമിയുടെ കൈയുടെ അവിടെ ഇങ്ങനെ ഒരു മറുക് പോലെ ഉണ്ട്. ഇയാൾ എന്നിട്ട് ഭൂമിയെ തൊട്ടടുത്ത് വന്നിട്ട് എന്നിട്ട് ഭൂമിയെ തട്ടിയിട്ടു അയാൾ. ആ സമയത്ത് അയ്യോ, ഭൂമി ചെന്ന് വീണു. അപ്പോഴത്തേക്ക് ഇയാൾ അവിടെ നിന്നിങ്ങനെ ഭൂമിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നോക്കുമ്പോൾ ഭൂമിയുടെ പുറകിലൊരു മറുക്. അപ്പോൾ ഭൂമിയുടെ കഴുത്തിൻ്റെ പിറകിലൊരു മറുകുണ്ട്. ആ മറുക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് കാര്യം മനസ്സിലായി, ഇത് ഭൂമിയല്ല മറിച്ച് അഭിരാമിയാണെന്നുള്ളത്. ഇയാൾ എന്നിട്ട് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ ഭൂമിയെ അയാൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ആരാണ് എന്താണെന്നുള്ളതൊക്കെ. ഭൂമി എന്നിട്ട് പതുക്കെ എഴുന്നേറ്റു. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ ഇയാൾ അങ്ങ് പോവുകയും ചെയ്തു. ഈ സമയത്ത് നമ്മുടെ അച്ചുവേട്ടൻ അവിടെ നിന്ന് ചുമച്ച് ബ്ലഡ് ഛർദ്ദിക്കുക. ആ സമയത്ത് നമ്മുടെ ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുക. മോള് കാണാതിരിക്കാൻ വേണ്ടി അച്ഛൻ ഇങ്ങനെ ബ്ലഡൊക്കെ തുടച്ച് കളഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ഇനി ഭൂമി കാണരുത് അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഒരു
വഞ്ചിയിൽ കയറി അങ്ങനെ അതിലെല്ലാം കായലുകൾ മുഴുവൻ ഇങ്ങനെ കറങ്ങി നടന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുക. അച്ഛൻ കാണാതെ ഭൂമിയാണെങ്കിൽ ഭയങ്കര കരച്ചിലും. അച്ഛൻ കാണാതിരിക്കാൻ ഭൂമി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അച്ഛനും മോളും കൂടി ഇങ്ങനെ സന്തോഷിച്ചും കരഞ്ഞും ഒക്കെ ആ കായലെല്ലാം കറങ്ങി നടന്നു. പിന്നെ അച്ഛൻ്റെ കൂടെ ഒരു സൈക്കിളിലിരുന്ന് ഭൂമി ഇങ്ങനെ കായലിൻ്റെ ആ ഒരു പരിസരത്തോടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ തന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഭൂമി ഇങ്ങനെ സാധിച്ചു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അച്ഛനും മോളും കൂടി ആ ഒരു ദിവസം ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ നടന്നപ്പോൾ അച്ചുവേട്ടൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു പേടി, ഭയങ്കര ഒരു ടെൻഷൻ, ഭയങ്കര ഒരു വേദന. ഇതെല്ലാം കഴിഞ്ഞ് അവർ രാത്രി ഫുഡ് കഴിക്കാനും കൂടെ വന്നു. നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി അവരിന്ന് ഫുഡ് കഴിക്കുക. ഭൂമി അച്ഛന് വിളമ്പി കൊടുക്കുന്നു, അച്ഛനത് കഴിക്കുന്നു. അങ്ങനെ അച്ചുവേട്ടനും ഭൂമിയും കൂടി ആ ഒരു ഇത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. ഈ സമയം ഭവാനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നമ്മുടെ ചേട്ടൻ. അപ്പോൾ വിവരം അറിയാഞ്ഞിട്ട് ഭവാനിക്ക് ടെൻഷനാണല്ലോ. ആരും കാണാതെ പാഞ്ഞു വന്ന് ഫോൺ എടുത്തു. അപ്പോൾ ചില രഹസ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, പറയാമോ? പറഞ്ഞോളാൻ പറഞ്ഞു. അച്ഛനെയും മകളെയും കണ്ടു എന്നും അത് അച്യുതൻ്റെ മകളല്ല എന്നും ഇയാൾ പറയും. അത് കേട്ടപ്പോൾ ഭവാനി നടുങ്ങി. മാഡം പറഞ്ഞ അടയാളം ഞാൻ അവളുടെ ശരീരത്തിൽ കണ്ടുവെന്നും ഇടത് തോളിൻ്റെ പിന്നിൽ ഒരു മറുകൊണ്ടെന്നുള്ള കാര്യവും പറയാം. ഇത് കേട്ടപ്പോൾ ഭവാനി നടുങ്ങി. അങ്ങനെ എങ്കിലും അവളെയാണ് ഞാൻ 22 വർഷം മുൻപ് കൊല്ലാൻ ഏൽപ്പിച്ചതെന്നുള്ള കാര്യം ഈ ഭവാനി പറയുക ഇയാളോട്. അവൻ എന്നെ ചതിച്ചു കമാലേ, രണ്ടിനെയും കൊന്നേക്ക് എന്നും പറഞ്ഞിങ്ങനെ ഭവാനി പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഭൂമിയെ കൊല്ലാൻ വേണ്ടി അയാൾ കിടന്ന് ഓട്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. എല്ലാവരും തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് നമ്മുടെ എപ്പിസോഡുകൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനിയും സസ്പെൻസ് ത്രില്ലറായി ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കാണുമല്ലോ. എല്ലാവർക്കും നന്ദി.